പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് പാസ്റ്റർ ശശികുമാർ. ക്രൈസ്റ്റ് ബ്ലസ്സസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ സാക്ഷ്യം നിങ്ങളോട് പറയാൻ ഇടയാക്കിയ ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. ഞാനൊരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിലാണ് ജനിച്ച് വളരുവാണ്ടേ തീർന്നത്. എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങൾ മൊത്തം 9 മക്കളാണ്. മൂത്ത 6 പെൺമക്കളായിരുന്നു. എൻ്റെ അച്ഛൻ്റെ വിശ്വാസപ്രകാരം ശബരിമലയൊക്കെ പോയി നേർന്ന് ഒരാൺമകനെ തന്നാൽ അയ്യപ്പന് കൊടുക്കാം, 5 വയസ്സിൽ ശബരിമലയൊക്കെ ചവിട്ടിപ്പിക്കാം എന്നായിരുന്നു എൻ്റെ അച്ഛൻ്റെ വിശ്വാസവും പ്രാർത്ഥനയും. അങ്ങനെ 7ാമത്തവനായി ഞാൻ എൻ്റെ അപ്പനും അമ്മയ്ക്കും ഒരാൺമകനായി ജനിച്ചു. എനിക്ക് ശേഷം 2 ആൺമക്കൾ ജനിക്കുവാണ്ടേ തീർന്നു. അങ്ങനെ മൂത്ത 3 മരിക്കുവാണ്ടേ തീർന്നു. കൊണ്ടാടുമ്പേ കുടിയൊക്കെ എടുത്തു വന്നു. വളരെ സുദൃഢങ്ങളും മന്ത്രവാദങ്ങളും കുടുംബത്തിലേറ്റ് വലിയ പ്രതിസന്ധികളിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പെട്ടെന്ന് അമ്മയെന്ന് വിളിച്ച് ആശ തീരുന്നതിന് മുമ്പേ എൻ്റെ മാതാവും മരിക്കുവാണ്ടേ തീർന്നു. അങ്ങനെ എൻ്റെ പിതാവിൻ്റെ നിർബന്ധപ്രകാരം പാപങ്ങളും ശാപങ്ങളും പ്രതികൂലങ്ങളൊക്കെ മാറിക്കിട്ടേണ്ടതിന് ശബരിമലയിലൊക്കെ കടന്നു പോകാണ്ടേ തീർന്നു. കുടുംബത്തിലേതൊരു സമാധാനമില്ലാതിരിക്കുന്ന അവസരത്തിൽ എൻ്റെ മൂത്ത സഹോദരി പറയുവാണ്ടേ തീർന്നു. നമ്മുടെ അമ്മ ഈ ലോകത്തിൽ നിന്ന് മരിച്ച് പോകുവാണ്ടേ തീർന്നു. നമുക്കെല്ലാവർക്കും മരിക്കാമെന്ന് പറയുവാണ്ടേ തീർന്നു. എൻ്റെ പിതാവ് കോൺഗ്രസ് ഒരു നേതാവും മദ്യപാനിയും വിഗ്രഹാരാധിയും ആയിരുന്നു. ആഭിചാരങ്ങളും മന്ത്രവാദങ്ങളും കൊണ്ട് നിരന്തരം കുടുംബത്തിൽ രോഗങ്ങളും കഷ്ടതകളും ശാപങ്ങളും ഏറ്റ് ഒരു സമാധാനമില്ലാത്ത അന്തരീക്ഷമായിരുന്നു. അങ്ങനെ പുണ്യസ്ഥലങ്ങളിലും മന്ത്രവാദ സ്ഥലങ്ങളിലും മന്ത്രവാദവും ക്രിയകളും ചെയ്ത് ഹോസ്പിറ്റലുകളിലും കഷ്ടവും രോഗം മുഖേന പിതാവ് കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റുകളുമായി കടഭാരത്തിൽ മുങ്ങുവാണ്ടേ തീർന്നു. അങ്ങനെ ആത്മഹത്യയുടെ വക്കിലെത്തുന്ന സമയത്താണ് യേശു കർത്താവ് ഞങ്ങളെ സ്നേഹിക്കുവാണ്ടേ തീർന്നത്. നീ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് തിരുവചന സത്യം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. എൻ്റെ ഒരു സിസ്റ്റർ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുവാനും അറിയുവാനും രക്ഷിതാവായി സ്വീകരിക്കുവാനിടയായി തീർന്നു. ചർച്ചിൽ കടന്നുപോയി കർത്താവിനെ സ്വീകരിച്ചു, സ്നാനപ്പെട്ടു. നല്ല പാട്ടുകാരിയും പ്രവാചകിയായി ദൈവം അഭിഷേകം ചെയ്ത് ഉയർത്തുവാണ്ടേ തീർന്നു. അങ്ങനെ എൻ്റെ സിസ്റ്റർ മുഖേന കുടുംബത്തിൻ്റെ മാന്യത നഷ്ടപ്പെടുകയാണെന്ന് അന്നത്തെ വിശ്വാസപ്രകാരം എൻ്റെ പിതാവ് മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുപോയി ഹോമം എല്ലാം ഒരുക്കി തുള്ളിപ്പിച്ച് എൻ്റെ സിസ്റ്ററിൽ വ്യാപരിച്ചിരുന്ന എന്തോ ബാധയാണെന്ന് പറഞ്ഞ് ഒഴിപ്പിക്കാൻ കൊണ്ടിരുത്തുകയായിരുന്നു. എന്നാൽ സിസ്റ്ററിനെ ദൈവം പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തിരുന്നു. സിസ്റ്റർ യേശുവിൻ്റെ രക്തം പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആ മന്ത്രവാദ സ്ഥലത്ത് വെച്ചാണ് ദൈവം മന്ത്രവാദിയെയും എൻ്റെ പിതാവിനെയും എന്നെയും തൊടുവാണ്ടേ തീർന്നു. ഒരു വെളിച്ചം എൻ്റെ മേൽ പകരുവാണ്ടേ തീർന്നു. കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ ദൂതൻ ഇറങ്ങി വന്നതുപോലെ ദൈവത്തിൻ്റെ ദൂതൻ അവിടെ ഇറങ്ങി വരുവാണ്ടേ തീർന്നു. അവിടെ നിന്നും ഞാൻ എൻ്റെ സിസ്റ്ററിനെയും കൊണ്ട് വീട്ടിലേക്ക് വരികയും ഞാനും എൻ്റെ സിസ്റ്ററിനോടുകൂടെ ചർച്ചിലേക്ക് കടന്നു പോകാണ്ടേ തീർന്നു. ഞാനും കർത്താവായ യേശുവിനെ വിശ്വസിക്കുകയും സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ വീട്ടിലെത്തുമ്പോൾ എൻ്റെ പിതാവ് എന്നെയും വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കുവാണ്ടേ തീർന്നു. ഞാൻ എൻ്റെ സിസ്റ്ററിനോട് ചർച്ച് കടന്നുപോയി 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഇരിക്കുകയും എന്നെ ദൈവം അഭിഷേകത്താൽ നിറച്ചു. പ്രവാചകനായി ദൈവം അഭിഷേകം ചെയ്തു. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. ഞാൻ എൻ്റെ സിസ്റ്ററുമായിട്ട് ഞങ്ങളെ വീട്ടിലെ പൂജാ റൂമിൽ എല്ലാ ദൈവങ്ങളുടെ വിഗ്രഹങ്ങളുമുണ്ട്. പൂജയും കർമ്മങ്ങളും കന്നിച്ചാവുകളും അമ്മ മരിച്ച ആ ആത്മാവിനെല്ലാം നിർത്തിയിട്ടുണ്ടോ. അങ്ങനെ ആ വിഗ്രഹങ്ങളെല്ലാം അടിച്ചു പൊട്ടിച്ച് ഞങ്ങൾ പുറത്ത് ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടി കൊണ്ടിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുവാനേ തീർന്നു. അന്നേരം എൻ്റെ പിതാവ് കടന്നു വരികയായിരുന്നു. അന്നേരം ഇതാരാ ചെയ്തതെന്ന് ചോദിച്ചു. ഞങ്ങൾ അടിക്കുവാണ്ടൊക്കെ കൈ ഓങ്ങുന്ന സമയത്ത് ഞാൻ കരം പൊക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുവാനേ തീർന്നു. അന്നേരം ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ചിട്ട് എൻ്റെ പിതാവ് കുഴഞ്ഞു വീഴുവാണ്ടിയായി തീർന്നു. ആ സമയം ഞങ്ങൾ പ്രാർത്ഥിച്ച് പിതാവിനെ എഴുന്നേൽപ്പിച്ചു. അന്നേരം പിതാവ് മനസ്സിലാക്കി, മുമ്പ് ഞങ്ങൾ അടിക്കുകയും വഴക്കു പറയുകയും ചെയ്ത എൻ്റെ മക്കളല്ല എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്, അവർക്കൊരു പ്രത്യേക ശക്തി കൊണ്ട് എന്തോ അവർക്ക് അധികാരമുണ്ട് എന്ന് എൻ്റെ പിതാവ് മനസ്സിലാക്കി. പിന്നെ പിതാവ് ആ അഹങ്കാരവും ദേഷ്യവും കോപവും ഒക്കെ കളഞ്ഞിട്ട് സ്നേഹത്തോടെ ദയനീയമായ രീതിയിൽ ഞങ്ങളോട് സംസാരിച്ചു. ബൈബിൾ എടുത്തുകൊണ്ട് പള്ളിയിൽ പോകാൻ പാടില്ല, ഇന്ന് ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞ് പലരും അവഗണിക്കുകയാണ്, ജോലി കിട്ടത്തില്ല, ഒരു വീടോ മറ്റ് ഗവൺമെൻറ് പരമായ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുകയില്ല എന്നൊക്കെ പിതാവ് പറയുവാണ്ടേ തീർന്നു. അന്നേരം ഞാൻ പിതാവിനോട് മറുപടി പറഞ്ഞു, ആമേ, വയറും വായും തന്ന ദൈവം നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുവാൻ
ദൈവശക്തനായ ദൈവമാണ്. ദൈവവചനം പറയുന്നു, ആദ്യമായ രാജ്യവും നീതി അറിയുക, അതോടുകൂടെ സകലതും നമുക്ക് ദൈവം തരാമെന്നാണ്. ആമേൻ. ഒരു ലോട്ടറി ടിക്കറ്റ് തന്നെ അടിച്ച് 25 ലക്ഷം രൂപയും കാറും ഞാൻ എൻ്റെ പിതാവും കൂടെ ഒരു കാറിൽ അത് മേടിക്കുവാൻ കടന്നു പോകുന്ന സമയത്ത് മറ്റൊരു വാഹനമായി കൂട്ടിയിടിച്ച് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് അനുഭവിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം പറയുന്നു, നിങ്ങൾ എൻ്റെ പിന്നാലെ വരിക, നന്മയും കരുണയും നിൻ്റെ ആയുഷ്കാലം മുഴുവനും നിങ്ങളെ പിന്തുടരും എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു. അമ്മയില്ലാത്ത ഒരു സന്തോഷം എന്ത് കിട്ടിയാലും നമുക്ക് വേണ്ട, ഇനി നമുക്ക് കർത്താവായ യേശു മതി, യേശുവിൽ വിശ്വസിച്ച് ഞങ്ങൾ ജീവിക്കൂ. ഈ കൊക്കയിൽ ജീവിതം ഉള്ള കാലമൊക്കെയും സത്യവേദ പുസ്തകം എടുത്തുകൊണ്ട് ഞങ്ങൾ ദൈവത്തെ ഉയർത്തുകയും പാടുകയും ആരാധിക്കുകയും ചെയ്യുമെന്ന് ശക്തമായി പിതാവിനോട് പറയുവാണ്ടേ തീർന്നു. അതിനുശേഷം കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു മാനിക്കുവാൻ തുടങ്ങി. ഞങ്ങളെ ഹൈന്ദവ കുടുംബമായ ഞങ്ങളുടെ ഭവനത്തിൽ 4 പ്രവാചകരെ ദൈവം എഴുന്നേൽപ്പിക്കുവാനും ശുശ്രൂഷയിൽ ഞങ്ങളെ ഉപയോഗിക്കുവാനിടയായി തീർന്നു. എൻ്റെ പിതാവും യേശുവിനെ കൈക്കൊണ്ടു മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് നല്ലൊരു തികഞ്ഞ ആത്മീയനായി വരുവാൻ ദൈവം ഇടയാക്കി. പണ്ട് കാലങ്ങളിൽ ഒരു പാസ്റ്ററോ ഒരു വിശ്വാസിയോ ഞങ്ങളെ വീട്ടിൽ വന്നാൽ ആരെ വരാനോ പ്രാർത്ഥിക്കാനോ എൻ്റെ പിതാവ് സമ്മതിക്കത്തില്ല. അന്ന് അത്രയ്ക്കുള്ളതായ പരിജ്ഞാനവും വിവരമേ അന്നുണ്ടായിരുന്നുള്ളൂ. ഒരു ദൈവഭക്തൻ്റെ വില എന്തെന്നും ഒരു ദൈവത്തിൻ്റെ ശക്തി, യേശു കർത്താവിൻ്റെ ശക്തി എന്തെന്നും ആമേ പ്രാർത്ഥനയുടെ മഹത്വം എന്തെന്ന് എൻ്റെ പിതാവിനൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നത്തേതിൽ എൻ്റെ പിതാവ് ആത്മീയനായതിനു ശേഷം എൻ്റെ വീട്ടിലൊരു പാസ്റ്ററോ ഒരു വിശ്വാസിയോ വന്ന് പ്രാർത്ഥിച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയോ ആഹാരം കഴിക്കുകയോ ചായ കുടിച്ചില്ല എങ്കിൽ എൻ്റെ പിതാവിന് ഒരു സമാധാനമില്ലാത്തൊരു അന്തരീക്ഷമാണ്. ആരെൻ്റെ വീട്ടിൽ വന്നാലും ഞാനില്ലെങ്കിലും പറയും, എൻ്റെ മകൻ വന്നാൽ വഴക്ക് പറയും, നിങ്ങൾ പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിച്ച് ചായ കുടിച്ചേ പോകാവൂ എന്ന് പറയും. അങ്ങനെ ഒരു വലിയൊരു ആത്മീയനായി എൻ്റെ പിതാവിനെ മാറ്റി ഞങ്ങൾ ദൈവം അനുഗ്രഹിച്ചു മാനിക്കുവേണ്ടേ തീർന്നു. കടഭാരത്തിൽ മുങ്ങിയ ഞങ്ങളെ, ആത്മഹത്യക്കിരുന്ന ഞങ്ങളെ പ്രശ്നോ 3 സഹോദരിമാരെയും എങ്ങനെ വിവാഹം കഴിച്ചു കൊടുക്കുമെന്ന് വളരെ ഭാരപ്പെട്ടിരുന്നു. എന്നാൽ ദൈവം തന്നെ വഴിയൊരുക്കി അത്ഭുതകരമായ നിലവാരങ്ങളിൽ അവരെ 3 പേരെ ഭാവിയും അനുഗ്രഹപൂർണ്ണമാക്കി മാറ്റുവാണ്ടേ തീർന്നു. ഞാൻ കർത്താവിനോട് ഒരു ജോലി ആവശ്യപ്പെട്ടിരുന്നു. ദൈവം എനിക്ക് 4 ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി തരുവാൻ ദൈവം സഹായിച്ചു. 4 ഡിപ്പാർട്ട്മെൻറ്റുകളിലും ജോലി ചെയ്തുവെങ്കിലും കർത്താവിൻ്റെ വിളി പൂർണ്ണമായും ഏലിയാവിനെ അബ്രഹാമിനെയൊക്കെ പോലെ കർത്താവിൻ്റെ വേല ചെയ്യണമെന്നാണ്. ബാംഗ്ലൂർ MA വർക്കീസിൻ്റെ ചർച്ചിൽ ഞാൻ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ വാട്ടർ സപ്ലൈയിൽ ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോയി ശുശ്രൂഷിക്കുന്നത്. എനിക്ക് ജോലിക്കുള്ള മൊമ്മ വന്നു. എൻ്റെ സിസ്റ്റർ ബാംഗ്ലൂരിലേക്ക് അയച്ചു തന്നു. ഈ മൊമ്മയെ പാസ്റ്റർ കൈ കൊടുക്കുമ്പോൾ പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ദൂത് പറഞ്ഞു, നിന്റെ മേലുള്ള അഭിഷേകം ഈ ലോകത്തിൽ ജോലി ചെയ്യുവാനല്ല, ആമേ കർത്താവിൻ്റെ വേല പൂർണ്ണമായി ചെയ്യുവാൻ, നീറുന്ന വേദനിക്കുന്നവരുടെ ഹൃദയം ആശ്വസിപ്പിക്കുവാനും കരയുന്നവരെ കണ്ണുനീര് തുടയ്ക്കുവാനും അനേകം പേരെ തീയിൽ നിന്നും വെള്ളത്തിൽ നിന്നും വലിച്ചെടുക്കുവാനാണ് ദൈവം നിന്നെ കണ്ടിരിക്കുന്നത് എന്ന് ആലോചനയും ദൂത് തരുവാണ്ടേ ചേർന്നു. എന്നോടും ദൈവം ശക്തമായി സംസാരിച്ചു, കർത്താവിൻ്റെ വേല പൂർണ്ണമായും ചെയ്യണമെന്നാണ്. അങ്ങനെ വിശ്വാസത്താൽ 30 വർഷം കൊണ്ട് ആമേ ദൈവത്തിന് വേല ചെയ്ത് മുന്നോട്ട് പോകാൻ ദൈവം എന്നെ സഹായിക്കുന്നു. ഭൂമിയുടെ പല ഭാഗങ്ങളിലും അയച്ച് കർത്താവിനെ ഉയർത്തുവാൻ ദൈവം എന്നെ സഹായിച്ചു. അനേകം പേരെ ആത്മീയ കോളത്തിൽ നേടിയെടുക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. അനേകം പേരെ പ്രതികൂലങ്ങളിലെല്ലാം കഷ്ടതകളിലും താങ്ങി പ്രാർത്ഥിച്ച് അവിടെ വേദനകളും കണ്ണുനീരുകളും തുടച്ച് ദൈവഭാഗത്ത് ഉറപ്പിച്ച് നിർത്തുവാൻ ദൈവം എന്നെ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആമേ സ്വതന്ത്രം, ഹല്ലേലൂയ. അങ്ങനെ ഈ നാളുകളിൽ ദൈവം ഞങ്ങളെ മാനിച്ച് ഉയർത്തുന്നുണ്ട്. ദൈവവചനം ശക്തമായി പറയുന്നുണ്ട്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നാണ്. ദൈവികമായ വിശ്വാസത്താൽ മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആമേ ഞങ്ങളെ വീട്ടിൽ തന്നെ ആരാധനയുണ്ട്. അനേകം പേര് വന്ന് ദൂതുകൾ കേൾക്കുകയും വിടുതൽ പ്രാപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ജീവിത വിശ്വാസത്തിൽ ഇറങ്ങുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് എൻ്റെ മാതൃസഭയിലെ എന്നെ സ്ഥാനപ്പെടുത്തിയ പാസ്റ്റർ മകനും പാസ്റ്ററാണ്. പാസ്റ്റർ മകന് ഒരു അസുഖമായി മെഡിക്കൽ കോളേജിൽ സീരിയസ് ആയി കൈവിട്ടു. രാത്രി 12 മണിക്കകത്ത് ആ കുഞ്ഞു മരിക്കുമെന്ന് പറഞ്ഞു. കൃത്യമായിട്ട് രാത്രി 12 മണിയായപ്പോൾ തന്നെ കുഞ്ഞു മരിക്കുവാൻ ചേർന്നു. സഭാവിശ്വാസികളും പാസ്റ്റർ ബന്ധുക്കളും നാട്ടുകാരെല്ലാം സഭ നിറച്ചുണ്ടായിരുന്നു. ആ സമയം ഞാൻ മുട്ടുമടക്കുവാണ്ടേ ചേർന്നു. പാസ്റ്റർ ഭാര്യയുടെ മടിയിൽ ആ കുഞ്ഞു കിടക്കുകയായിരുന്നു. വയറെല്ലാം പെരുകി 1-2 പോകാൻ പറ്റാതെ മരിച്ച് നിലവിളി ഉയരുകയാണ്. ഞാൻ 2 കൈയും വിശ്വാസത്തോടെ ആ കുഞ്ഞിൻ്റെ പുറത്ത് വെച്ച് മുട്ടുമടക്കി. യേശു ലാസറിനെ ഉയർപ്പിച്ചു. മാർത്ത പറഞ്ഞു, നാറ്റം വെച്ചു കാണും, കർത്താവെ കല്ലുരുട്ടി മാറ്റണമെന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വവും കാണുമെന്നാണ്. യേശു നൈൻ എന്ന പട്ടണത്തിന്മേൽ മാറത്തടിച്ച് കരഞ്ഞുകൊണ്ട് വന്നതായ മാതാവിൻ്റെ കണ്ണുനീര് തുടച്ചിട്ട് മഞ്ചത്തെ ഒന്ന് തൊട്ടു. മരിച്ചവൻ എഴുന്നേറ്റ് സംസാരിച്ചു. ആ മാതാവിനെ
ജീവനോട് കൊടുക്കുവാൻ ഇവിടെയാക്കി. യേശു കർത്താവ് ജൈറോസിന്റെ വീട്ടിൽ കടന്നു ചെന്ന് മരിച്ചു കിടന്ന ബാല്യക്കാരത്തിനെ കരം പിടിക്കുമ്പോൾ പരിഹാസത്തിന്റെ നിന്ദയുടെ മധ്യേ ആമേ ജൈറോസിന്റെ മകളെ ദൈവം ജീവിപ്പിക്കുവാൻ ഇടയായി തീർന്നു. ഇരുട്ട് മാറിപ്പോയി, മരണം മാറിപ്പോയി, കണ്ണുനീര് മാറിപ്പോയി, നിന്നയും പരിഹാസവും മാറി. അവിടെ സന്തോഷവും ദൈവിക സമാധാനവും വിടുതലും സംഭവിക്കുവാണ്ടേ തീർന്നു. ഈ തിരുവചനങ്ങളെ ഞാൻ പറഞ്ഞുകൊണ്ട് ഏലിയാവ് പോയി സാറാപത്തിലെ വിധവയുടെ മകനെ ജീവിപ്പിച്ചു. ശൂന്യംകാരത്തിന്റെ മകനെ എലീശ പ്രവാചകൻ പോയി പ്രാർത്ഥിച്ചു. ആമേ പത്രോസ് അപ്പോസ്തലൻ തബീരയെ പോയി മരിച്ചവളെ പ്രാർത്ഥിച്ച് ഉയിര് കൊടുക്കുവാൻ ഇടയായിത്തീർന്നു. കരയുന്നവർക്ക് ആമേ ഭേദമായിരുന്ന തബീരയെ ജീവനുള്ളവളായി അവർക്ക് കൊടുക്കുവാണ്ടേ തീർന്നു. അപ്പോൾ യേശു ദൈവമാണ്. ഏലിയാവും എലീശയും പത്രോസും നമ്മെപ്പോലെ സാധാരണ ഒരു മനുഷ്യനാണ്. യേശു പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ എൻ്റെ തലയോളം നിങ്ങൾക്ക് വളരുവാൻ കഴിയും, ഞാൻ ചെയ്തതുപോലെ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുമെന്നാണ്. ഇത്രയും തിരുവചനങ്ങളെ പറഞ്ഞുകൊണ്ട് ഞാൻ മുട്ടുമടക്കി ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചു. ആ കുഞ്ഞിനെ ജീവനെ നശിപ്പിച്ചതായ മൃത്യുവിനെ ശാസിക്കുവാണ്ടേ തീർന്നു. ഉടനെ തന്നെ ആ കുഞ്ഞ് ചമച്ച് തുമ്മി ജീവിക്കുവാണ്ടൊക്കെ ഇടയായി തീർന്നു. ആ കുഞ്ഞിൻ്റെ നേർച്ച കൺവെൻഷനായി ഞങ്ങളുടെ ദേശത്ത് തന്നെ ക്രമീകരണം ചെയ്യുന്ന ആ കൺവെൻഷന് പ്രസംഗിക്കാൻ വന്ന പാസ്റ്റർ എവനീസർ പാസ്റ്ററും പാസ്റ്റർ ഭാര്യ പാസ്റ്റർ കുര്യൻ പാസ്റ്റർ ഭാര്യയുമാണ് കൺവെൻഷൻ പ്രസംഗിക്കാൻ വന്നത്. അവർ രണ്ടുപേരും പ്രവാചകനാണ്. അവർ പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ആരും അവരോട് പറഞ്ഞു കൊടുത്തില്ലെങ്കിലും ദൈവം അവർക്ക് വെളിപ്പെടുത്തി. അവർ പേര് വിളിച്ചു പറഞ്ഞു, ഇവിടെ ഒരു ശശികുമാറുണ്ട്, പെട്ടെന്ന് സ്റ്റേജിൽ കൊണ്ടുവരണമെന്ന്. അങ്ങനെ എന്നെ സ്റ്റേജിൽ എല്ലാവരും കൂടെ എത്തിച്ചു, വാളണ്ടീഴ്സ് എത്തിച്ചു. അവിടെ വെച്ച് പ്രാർത്ഥിച്ച് എന്നെ അനുഗ്രഹിച്ചു. ലോകം അറിയപ്പെടുന്ന ഒരു ശുശ്രൂഷകനായി, പ്രവാചകനായി ഇതിലും വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ഇടയാക്കുമെന്ന് എന്നോട് പറയുവാണ്ടേച്ചിരുന്നു. എനിക്ക് സുശേഷ വേല ചെയ്യുവാൻ വളരെ താല്പര്യക്കുറവുണ്ടായിരുന്നു. കാരണം ഞാൻ ഹിന്ദു ആയിരിക്കുമ്പോൾ RSSനും BJPയിലുമാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ചെയ്തു പോയ ഒരു തെറ്റ്, അനേകം ദൈവഭക്തന്മാരെയും ദൈവമക്കളും ബൈബിളുമായി കടന്നു പോകുമ്പോൾ BJPക്കാരോടും RSSകാരോടും ചേർന്നിരുന്ന് അവരെല്ലാവരെയും ഞാൻ പരിഹസിക്കുമായിരുന്നു. അതാണ് ഞാൻ ചെയ്ത ഒരു തെറ്റ്. ആരാണോ ദൈവഭക്തന്മാരെ പരിഹസിക്കുന്നു, ആരാണോ ദൈവമക്കളെ പരിഹസിക്കുന്നു, അവരെ കൊണ്ട് തന്നെ സത്യവേദ പുസ്തകം എടുപ്പിക്കുമാറാക്കും ദൈവമാണ് നമ്മുടെ കർത്താവെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ശൗൽ അനേകം ഭക്തന്മാരെയും ദൈവമക്കളെ ഉപദ്രവിച്ചു. ആ സഭകളെ തകർത്തു. ആ ശൗലിനെ കൊണ്ട് തന്നെ ദൈവം സത്യവേദ പുസ്തകം എടുക്കുവാനും യേശു ജീവിക്കുന്ന ദൈവമെന്ന് പറയുവാനും അനേക കഷ്ടങ്ങൾ കൂടെ കടന്നു പോകാനും ദൈവം ഇടയാക്കി. അതുപോലെ ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ചു. ദൈവിക ഒരു അഭിഷിക്തനായി മാറ്റി. അങ്ങനെ എന്നെയും മറ്റുള്ളവർ പരിഹസിക്കുമല്ലോ എന്ന് ഓർത്ത് സുശേഷ വേല ചെയ്യുവാൻ ഞാൻ താല്പര്യക്കുറവുണ്ടായിരുന്നു. ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, ഞാൻ സുശേഷ വേല ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. എങ്കിലും ദൈവത്തിന് വിളി ഒരു മനുഷ്യന് ഉണ്ടായാൽ അതായി തിരികെ തന്നെ ചെയ്യും. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല, ദൈവത്തിന് സകലതും സാധ്യമാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. മനുഷ്യന് ഉറച്ചു നിന്നാൽ വെറും ശ്വാസം മാത്രമാണ്. ഈ ശ്വാസം യേശു കർത്താവ് മൂക്കിൽ ഊതിയ ശ്വാസം പുറത്തുപോയി അകത്ത് കയറിയില്ല എങ്കിൽ നാം ഈ ഭൂമിയിൽ ഒന്നുമല്ല. ആ ജീവൻ നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കണമെങ്കിൽ, നാം ഭൂമിയിൽ മാനിക്കപ്പെട്ട നിലവാരങ്ങളിൽ ആയുസ്സോടെ ഇരിക്കണമെങ്കിൽ, നിത്യദണ്ഡനമായ നരകത്തിൽ കടന്നു പോകാതിരിക്കണമെങ്കിൽ, നമുക്കൊരുക്കിയതായ സ്വർഗീയ സന്തോഷം നാം അനുഭവിക്കണമെങ്കിൽ ദൈവം പറയുന്ന വാക്ക്, ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിച്ചേ പറ്റൂ. അതിനെ മറുത്തും അനുസരിച്ചാൽ വാളിനിരയാകുമെന്നാണ് പറയുന്നത്. അനുസരിച്ചാൽ നാം ദൈവത്താൽ മാനിക്കപ്പെടും. കർത്താവ് പറയുന്നു, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കുക തന്നെ ചെയ്യും. ആര് കർത്താവിനെ ഭയപ്പെടുന്നുവോ, ആര് യേശുവിനെ സ്നേഹിക്കുന്നുവോ, ആര് സ്നാനപ്പെടുന്നുവോ, ആര് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നുവോ അവർക്ക് നിത്യജീവനുണ്ട്. അവര് സ്വർഗത്തിൽ കടന്നു പോകേണ്ടിച്ചിരും. ഈ ലോകത്തിലുള്ളവനേക്കാളും ഏറ്റവും വലിയവനായ ദൈവത്തിന്റെ ആത്മാവാണ് നമ്മളിൽ പകരുന്നത്. ദൈവത്തിന്റെ വചനം ലൂക്കോസ് 12:5 പറയുന്നു, ആരെ ഭയപ്പെടണം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മെ സൃഷ്ടിച്ച് ആയുസ്സും ബലവും തന്ന് അനുഗ്രഹിച്ച് സകല നന്മയെന്ന് ഉയർത്തുന്ന ദൈവത്തിന് കൊന്നിട്ട് നരകത്തിൽ വരെയും തള്ളിക്കളയുവാൻ അധികാരമുണ്ട്. അതുകൊണ്ട് ഈ ലോകത്തിലെ മനുഷ്യനെ അല്ല, പിശാചിനെ അല്ല, ഈ ലോകത്തിലെ ഒന്നിനെയല്ല നമ്മൾ ഭയപ്പെടേണ്ടത്. നാം ജീവൻ തന്ന ദൈവത്തെ, നമ്മളെ സൃഷ്ടിച്ച ദൈവത്തെ, ആകാശത്തെ ഭൂമിയെ ഉളവാക്കിയ ആ ദൈവത്തെയാണ് നമ്മൾ ഭയപ്പെടേണ്ടതും, നമ്മൾ സ്നേഹിക്കേണ്ടതും, നമ്മൾ മാനിക്കേണ്ടതും, നമ്മൾ ആരാധിക്കേണ്ടതും. ആ ദൈവത്തിൻ്റെ അഭിഷേകമാണ് നമ്മൾ വ്യാപരിക്കുന്നത്. ദൈവം നമ്മളോട് പറയുന്നുണ്ട്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ അമിതബലങ്ങളെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു എന്നാണ്.
നാം ജാതികളല്ല നമ്മളെ വാഴേണ്ടത്, അഭിഷേകമുള്ള നമ്മളാണ് ലോകത്തെ വാഴേണ്ടത്. ദൈവം നമുക്ക് അഭിഷേകം തന്നിട്ട് കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്: ലോകത്തെ നാം അടക്കി വാഴണമെന്നാണ്. മൃഗങ്ങളെയും മത്സ്യങ്ങളെയും കാട്ട് ജന്തുക്കളെ സകലത്തെയും അടക്കി വാഴാനാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. ദാനിയേലിനെ യോസേഫിനെയൊക്കെ ഉയർത്തിയ ദൈവം, മാനിച്ച കർത്താവ്, തല ഉയർത്തിയ കർത്താവ്. യേശു പറയുന്നുണ്ട്, തിരുമുഖത്ത് നോക്കിയ മുഖം ഒരു നാളിൽ ലജ്ജിച്ചു പോയില്ല, അവിടെ മുഖമോ പ്രകാശമായി തീർന്നു എന്നാണ്. നിങ്ങൾ യേശുവിൻ്റെ മുഖത്ത് നോക്കിയാണ് ഇറങ്ങിത്തിരിക്കുന്നു എങ്കിൽ ആമേ, ഒരു നാളും നിങ്ങളെ ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. ദൈവം നിങ്ങളെ വലം കൈപിടിച്ച് നടത്തുന്ന ദൈവമാണ്. ഞങ്ങളെ വലം കൈപിടിച്ച് നടത്തി വഴിയിലെങ്ങും ഇതുവരെ ഇട്ടേച്ച് കളഞ്ഞില്ല. ആമേ, ലജ്ജിക്കുവാണ്ടയാക്കില്ല. എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കുവാൻ ദൈവശക്തനായ ദൈവമാണ് എന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുകയാണ്. ശദ്രക്ക്, അബേദ്നെഗോ, മേശക്കിനെയും തീച്ചൂളയിലേക്ക് വലിച്ചെറിയുമ്പോൾ നാലാമനൊരുവൻ ആ തീച്ചൂളയിൽ ഇറങ്ങിച്ചെന്നു. രാജാവ് പറഞ്ഞു, നമ്മൾ 3 പേരെയല്ലേ വലിച്ചെറിഞ്ഞത്, 4 പേർ നടക്കുന്നുണ്ട്, നാലാമത്തെ മുഖം യേശുപുത്രന് തുല്യമായിരിക്കുന്നു. ആ തീയുടെ ശക്തി അവരെ ദഹിപ്പിക്കാതെ വണ്ണം അവരെ പുറത്തു കൊണ്ടുവരികയും അവരെ എറിയാൻ കൊണ്ടുപോയവർ എരിഞ്ഞു ചാരമായി പോയി. തീയുടെ ശക്തികൾക്ക് അവരെ വസ്ത്രത്തെയോ തലമുടിനാരനെ ദഹിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. രാജാവും നടുങ്ങിപ്പോയി. എല്ലാവരും ആ ദൈവത്തിന് മുമ്പാകെ മുഴങ്കാൽ മടക്കി നാവെടുത്ത് ആ ദൈവത്തെ സ്തുതിച്ചു. തിരുവചനം പറയുന്നു, ആമേ, എല്ലാം നാവ് എന്നെ സ്തുതിക്കും, എല്ലാം മുഴങ്കാലും എൻ്റെ മുമ്പാകെ മടങ്ങുമെന്നാണ്. നാം ഈ നാളുകളിൽ ഉറച്ച വിശ്വാസത്തോടെ, ആമേങ്കിലും ധൈര്യത്തോടെ, ആമേ, നാം ദൈവസന്നിധി നിൽക്കുമെങ്കിൽ ദൈവം നമ്മളെ മാനിക്കും, നമ്മളെ അനുഗ്രഹിച്ച് ഉയർത്തുക തന്നെ ചെയ്യും. യോശുവ ഉറപ്പും ധൈര്യമുള്ളവനായിരുന്നു. അവൻ്റെ പ്രവൃത്തികളെല്ലാം സാധിച്ചു. പോയിടത്തെല്ലാം ശുഭമായിരുന്നു, കൃതാർത്ഥനായിരുന്നു. അവൻ അനുഗ്രഹിക്കപ്പെട്ടു, മാനിക്കപ്പെട്ടു. ഒരു ശത്രു അവന് നേരെ നിൽക്കുവാൻ ഇടയായിത്തീർന്നില്ല എന്നാണ് ദൈവം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നത്. ഈ ദൈവമാണ് ഞങ്ങളെ കണ്ണുനീര് തുടച്ചത്, ഈ ദൈവമാണ് ഞങ്ങളുടെ വേദനകളെ മാറ്റിയത്, ഈ ദൈവമാണ് നമ്മളെ രക്ഷിച്ചത്, ഈ ദൈവമാണ് നമ്മളെ നടത്തുന്നത്. അതുകൊണ്ട് ഈ നാളുകളിൽ ഈ ലോകത്തിലെ ഒരു മന്ത്രവാദങ്ങളെയോ ഒരു ശുദ്രങ്ങളെയോ ഒരു എതിർ പ്രാർത്ഥനകളെയോ ഏതൊന്നിനെയും നമ്മൾ ഭയപ്പെടരുത്. യേശു അനുകൂലമെങ്കിൽ പ്രതികൂലമാരെന്ന ദൈവം പ്രവർത്തിച്ചാൽ ആർ തടുക്കും എന്നാണ് ദൈവത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവം ദോഷങ്ങളാൽ നമ്മെ പരീക്ഷിക്കുന്ന ദൈവമല്ല. ഇത് പറയുവാൻ കാരണം, ബാരാക്ക് ബിലെയാമിനെ കയ്യിലെടുത്ത് ഇസ്രായേൽ ജനത്തെ ശപിച്ച് അവരെ നശിപ്പിച്ചാൽ നിന്റെ ഭവനം നിറച്ചും വെള്ളിയും പൊന്നും പണവും കൊണ്ട് നിറയ്ക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ബിലെയാം പ്രവാചകൻ മുഴങ്കാൽ മടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇസ്രായേൽ ജനത്തെ ശപിക്കുവാൻ മോശയും അഹരോനെയും ശപിക്കുവാനോ അവരെ ഇല്ലാതാക്കുവാനോ ദൈവം അധികാരം കൊടുത്തില്ല. കഴുതയെ കൊണ്ടുപോലും ബിലെയാം പ്രവാചകനോട് ദൈവം സംസാരിക്കുവാനിടയാക്കിയ ദൈവമാണ്. ബിലെയാം പ്രവാചകൻ പറഞ്ഞു, ദൈവം പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകും, ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കുമെന്നാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മുടെ മേൽ കാരണം കൂടാത്ത ഒരു ശാപവും നമുക്ക് പറ്റുകയില്ല. നാം ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തോട് ചേർന്നിരുന്ന് ദാനിയേലിനെ പോലെ വിശ്വാസമുള്ളവരായി പ്രാർത്ഥിക്കുമെങ്കിൽ ദാനിയേൽ ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് ദാനിയേലിന് ഒരു കേടും സംഭവിച്ചില്ല. ദാനിയേലിന് എതിരായ രേഖകളെ, ദാനിയേലിന് എതിരായ പ്രതികൂലങ്ങളെല്ലാം ദൈവം നീക്കി രക്ഷിക്കുവാണ്ടയായി തീർന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവ് നമ്മോടുകൂടെ ഉണ്ട്. ആ കർത്താവാണ് ഞങ്ങളെ കണ്ണുനീരിൻ്റെയും ഇരുട്ടിൻ്റെയും പാപത്തിൻ്റെയും പിശാചിൻ്റെ അതിൽ നിന്ന് വിടുവിച്ച് ദൈവം നമ്മളെ മാനിച്ച് അനുഗ്രഹിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ദൈവത്തിന് നന്ദി കരയേറ്റുകയാണ്. ഇനി എൻ്റെ സാക്ഷ്യങ്ങൾ ധാരാളം പറയാനുണ്ട് എങ്കിലും ഇപ്പോൾ ഞാൻ എൻ്റെ വാക്കുകളെ വിരാമമിട്ട് നിർത്തുന്നുണ്ട്. നിങ്ങളും ഈ കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. യേശു പറഞ്ഞ ഒരു കാര്യമാണ്, ലോകത്ത് നിങ്ങൾ കഷ്ടമുണ്ടെങ്കിൽ ധൈര്യപ്പെടുക, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. റോമരിമ്പിലെ മുത്തുകളെ തകർത്ത് മരണത്തെയും പാതാളത്തെയും ജയിച്ച് നമുക്ക് വേണ്ടി ക്രൂശിൽ അവസാനത്തുള്ള രക്തവും ചൊരിഞ്ഞ് പിശാചിനെ പരസ്യമായി തോൽപ്പിച്ച് സമാധാനം സൃഷ്ടിച്ച ദൈവമാണ് നമ്മുടെ കർത്താവ്. യേശു സമാധാനത്തിന്റെ പ്രഭുവാണ്. ഒരു മനുഷ്യന് സമാധാനം നഷ്ടപ്പെട്ടാൽ ആ മനുഷ്യന് പിന്നെ ഭൂമിയിൽ ജീവിക്കാൻ കഴിയത്തില്ല. ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ ആവശ്യം സമാധാനമാണ്. അതുകൊണ്ട് യേശു പറയുന്നു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്ന പോലെയല്ല, എൻ്റെ സമാധാനം എന്നേക്കും നിലനിൽക്കുന്നു എന്നാണ്. ഒരു സമയത്ത് ഞങ്ങൾക്ക് സമാധാനമില്ലാതെ വിഗ്രഹങ്ങളെ വണങ്ങി മന്ത്രവാദികൾ അടുത്തുപോയി ലോകത്തിൻ്റെ വഴികളിലും പാപ വഴികളിലും നടക്കുമ്പോൾ സമാധാനമില്ലാതെ ആത്മഹത്യ ചെയ്യാനിരുന്ന ഞങ്ങൾക്ക് സമാധാനം തന്ന് ഞങ്ങളെ മാനിച്ച് ഞങ്ങളെ ഉയർത്തിയത് ഈ രക്ഷകനായ യേശുവാണ്. നമ്മുടെ കണ്ണുനീർ തുടച്ചത്, വേദന മാറ്റിയത് ഈ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ആമേൻ.